നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ സുമതി വളവ് ഇന്ന് ലോകവ്യാപകമായി തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ചിത്രത്തിന് രാവിലെ മുതൽ ആരംഭിച്ച ഷോയ്ക്കും കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലും എല്ലാം നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസ് നല്ല രീതിയിലാണ് ഈ ചിത്രം ഏറ്റെടുത്തിരിക്കുന്നത്. ഒരു ഫാമിലി എൻ്റർടൈനറായി ഇതിൻ്റെ പ്രസ് മീറ്റിലേക്ക് ഇവിടെ എത്തിയ എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും സാദരം സ്വാഗതം ചെയ്യുന്നു. സുമതി വളവ് മാളിപ്പുറം എന്ന ചിത്രത്തിന് ശേഷം അതേ ടീം ഒരുക്കുന്ന ചിത്രം തന്നെയാണ്. ഇതിനെക്കുറിച്ച് പ്രേക്ഷകർ നൽകിയ ഈ ഒരു സ്വീകാര്യത, ഈ ഒരു വിജയത്തിനെ കുറിച്ച് ആദ്യം തന്നെ ഇതിൻ്റെ സംവിധായകൻ ശ്രീ വിഷ്ണു ശശിശങ്കർ നിങ്ങളോട് സംസാരിക്കുന്നു. Hey guys, thank you everyone for showing up. വലിയ സന്തോഷത്തിലാണ് ഇന്ന് ഇരിക്കുന്നത്. നമ്മുടെ സുമതി വളവ് ഇന്ന് കേരള ജനത മൊത്തം ഏറ്റെടുത്തിരിക്കുകയാണ്. രാവിലെ കണ്ട ടിക്കറ്റ് ബുക്കിങ്ങിനെക്കാളും കൂടുതൽ ഇപ്പോൾ ഈവനിങ് ഷോസിന് ആൾക്കാർ കയറുന്നു എന്ന് അറിഞ്ഞു. ഭയങ്കര എക്സൈറ്റഡ് ആണ്. കൂടുതൽ ബാക്കി വിശേഷങ്ങൾ മിസ്റ്റർ അഭിലാഷ് പിള്ള പറയുന്നതായിരിക്കും. ഇല്ല, അത് തന്നെ ഭയങ്കര സന്തോഷത്തിലാണ്, അതുപോലെ ടെൻഷനുമാണ്. കാരണം വലിയ സിനിമയാണ്. ഇപ്പം വൈകിട്ടായപ്പോഴത്തേക്ക് വലിയ സന്തോഷം. ഫാമിലി ഓഡിയൻസ് കൂടുതൽ തിയേറ്ററിലേക്ക് വന്നു തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം ഓഡിയൻസ് വരാൻ പോകുന്നേ ഉള്ളൂ, ഫാമിലി അമ്മമാരും അച്ഛന്മാരും ഒക്കെ ആയിട്ട്. അപ്പം എന്തായാലും ഇന്ന് രാവിലെ മുതൽ കേൾക്കുന്ന ഫീഡ്ബാക്സും റെസ്പോൺസും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ റിവ്യൂസും ഒക്കെ ഒരുപാട് ഞങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്നുണ്ട്. പിന്നെ താങ്ക് യു മീഡിയ, നിങ്ങൾ രാവിലെ മുതൽ ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ കഴിഞ്ഞ സിനിമയ്ക്ക് തന്ന പോലെ തന്നെ ഒരു സപ്പോർട്ട് നിങ്ങൾ ഇതിനും തരുമ്പം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ ഈ ഒരു അവസരത്തിൽ മീഡിയ സുഹൃത്തുക്കളോടും നന്ദി പറയുകയാണ്. ഒപ്പം സിനിമയ്ക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകരോടും നന്ദി പറയുന്നു. താങ്ക് യു. നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. കാരണം രാവിലെ തൊട്ട് ഇന്ന് 2 ദിവസമായിട്ട് ഭയങ്കര ടെൻഷനിലായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ഒരു വ്യക്തി ഞാനാണ് എൻ്റെ വീട്ടിൽ. അപ്പോൾ ഒരു പടം ഇറക്കുമ്പോൾ ആൾക്കാരത് ആക്സെപ്റ്റ് ചെയ്യണം. പ്ലസ് ഇതിപ്പോൾ മാളികപ്പുറം 2ാമത്തെ പടം ടീമിൻ്റെ ആണെങ്കിലും എന്നെ വെച്ച് ഇവർ ആ പടം ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആ കാര്യം. കാരണം ഇത് എന്നെ കൊണ്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പരിപാടിയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, നീ ഒന്നും വിചാരിക്കണ്ട, നീ ഒന്നും ടെൻഷൻ അടിക്കണ്ട, ഞങ്ങളേറ്റ്. അപ്പോൾ ആ ഒരു വിശ്വാസം കൊണ്ട് കട്ടയ്ക്കാൻ കൂടെ നിന്ന് ചെയ്തൊരു പരിപാടിയാണ് ഈ സുമതി വളവ്. അപ്പോൾ അതിപ്പോൾ തിയേറ്ററിൽ ഇറങ്ങി കുറേ പേര് വിളിച്ച് വളരെയധികം സന്തോഷമുണ്ട്. നല്ല റെസ്പോൺസാണ് എല്ലാവരുടെ സൈഡിൽ നിന്ന് പറഞ്ഞത്. അപ്പോൾ ഇനിയും ആൾക്കാർ ഇത് തിയേറ്ററിൽ തന്നെ പോയി കണ്ട ആ ഒരു നമ്മൾ തന്നേക്കുന്ന സിനിമ ഏത് രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വെച്ചാൽ തിയേറ്ററിൽ തന്നെ പോയി കണ്ടാലേ ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം തിയേറ്ററിൽ തന്നെ പോയി കാണണം. പിന്നെ റിവ്യൂസ് പ്രോപ്പർലി ജെന്യുവൻലി നമ്മൾ അറിയിക്കണം. അതെ, അത്ര പറയാനുള്ളത് വേറെ ഒന്നുമില്ല. നമസ്കാരം. ഈ പറഞ്ഞ പോലെ താങ്ക് യു. ഇന്ന് രാവിലെ മുതൽ നിങ്ങളുടെ ഒരു ഭയങ്കര പ്രസൻസ് ഉണ്ടായി നമ്മുടെ പടം പ്രൊമോട്ട് ചെയ്യുന്നതിന്. താങ്ക് യു സോ മച്ച്. സുമതി വളവിൽ ഞാൻ ചെയ്ത വേഷം എനിക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പുതിയ രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു കോമഡി വേഷമാണ്. അത് നല്ല രീതിയിൽ എഴുതി തരികയും എടുക്കുകയും ചെയ്തതിൽ ഒരുപാട് താങ്ക്സ് വിഷ്ണു ആൻഡ് അഭിലാഷ്. ഈ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു ഹൊറർ ഔട്ട് ആൻഡ് ഔട്ട് ഒരു ഹൊറർ ഫിലിം ആണെന്നുള്ളൊരു ധാരണയുണ്ട്. എന്നാൽ അതല്ല. ഇതിൽ വേറെ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു 2 കുടുംബങ്ങളുടെ ഒരു കഥ പറയുന്നുണ്ട്. ഒരു നല്ലൊരു ലവ് സ്റ്റോറി പറഞ്ഞു പോകുന്നുണ്ട്. സോ ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു നല്ലൊരു എൻ്റർടൈനറിൽ ഭാഗമാകാൻ പറ്റുന്നതിൽ നല്ല സന്തോഷമുണ്ട്. താങ്ക് യു. നമസ്കാരം. ഒരുപാട് സന്തോഷം. സിനിമ കണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 2 ഷോ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കോളുകൾ വരുന്നു, നല്ല റിവ്യൂസ് കിട്ടുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം പണി എന്ന സിനിമയ്ക്ക് ശേഷം ഞാൻ അവതരിപ്പിച്ച കഥാപാത്രം വാറൻ ഡേവിക്ക് ശേഷം ഞാൻ ചെയ്ത കഥാപാത്രമാണ് SI ബെഞ്ചമിൻ. ഞാൻ സിനിമ കണ്ട് ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണണം. കാരണം അതിൻ്റെ എക്സ്പീരിയൻസ്, ആ സൗണ്ട് എഫക്ട്സും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പടം കാണണം. നിങ്ങളാരെങ്കിലും സിനിമ കണ്ടവരുണ്ടോ അവിടെ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ആണോ? സോറി. എനിവേ
താങ്ക് യു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ റിവ്യൂസ് ഷെയർ ചെയ്യുക. താങ്ക് യു. സോറി, ഞങ്ങളുടെ DOP ആണ്, ഇദ്ദേഹമാണ് വിഷ്വൽ ട്രീറ്റ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ശങ്കർ സാർ, വൺസ് അഗൈൻ. Good evening all. Sumadivalam is a complete family entertainment with horror element. So movie came out very well. Please do watch and support us. Thank you so much. ബാലു വർഗീസ് ഇതിനകത്ത് ഒരു മുഴുനീള റോളാണ് ചെയ്തിരിക്കുന്നത്. ശ്രീ ബാലു വർഗീസ് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. സ്പെഷ്യൽ ഇൻട്രൊഡക്ഷൻ. ഹലോ, എല്ലാവർക്കും താങ്ക് യു. നമ്മുടെ ഈ ഒരു പരിപാടിയിൽ എല്ലാവരും വന്നതിൽ. സിനിമയെ പറ്റി ശരിക്കും നല്ലൊരു പേടി ഉണ്ടായിരുന്നു പടത്തിന്. ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി പോകുമ്പോൾ സാധാരണ ഒരു പടത്തിന് ഉണ്ടാവുന്നതിനേക്കാളും കൂടുതൽ പേടി ഉണ്ടായിരുന്നു. കാര്യം ഈ ഹൊററും കോമഡിയും ഇങ്ങനത്തെ എലമെൻസ് ഒക്കെ ശരിക്കും തിയേറ്ററിൽ വന്ന ആൾക്കാരോട് കണ്ടാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഇത് ഏറ്റിട്ടുണ്ടോ, നമ്മൾ എറിഞ്ഞത് അവിടെ കൊണ്ടിട്ടുണ്ടോ എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ തിയേറ്ററിൽ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി കൊണ്ടു നല്ല രീതിയിൽ രസമായിട്ട് ആൾക്കാർക്ക് കിട്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. സോ ഇത് കണ്ടവരെന്നാലും ബാക്കി വേറെ ആൾക്കാരുടെ അടുത്തും പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പ്രോപ്പർ ഹൊറർ പടം അത് മാത്രമല്ല, ഇതൊരു നല്ല രസമുള്ള ലവ് സ്റ്റോറിയാണ്. നിങ്ങൾ കണ്ടിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ ബാക്കിയുള്ളവരടുത്ത് പറയുക. നല്ല രസമുള്ള ലവ് സ്റ്റോറി, പക്ഷെ അതിൻ്റെ ഒരു നല്ലൊരു ഹൊറർ ബാക്ക്ഗ്രൗണ്ടിലൂടെ പറഞ്ഞു പോകുന്ന ഒരു രസമുള്ള സ്റ്റോറിയാണ്. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ട് ബാക്കിയുള്ളവരടുത്ത് അഭിപ്രായം പറയാം. താങ്ക് യു. എല്ലാ കുട്ടികൾക്കും ഫാമിലിക്കും വന്ന് കാണാൻ പറ്റുന്നൊരു മൂവിയാണ്. കാരണം ഞാൻ സാധാരണ ഇങ്ങനെ ഹൊറർ പടം കാണാൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരാളാണ്. പക്ഷേ എനിക്ക് ഈ മൂവി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഒരു ഫുൾ ഹൊറർ മാത്രമുള്ളൊരു മൂവിയല്ല. കാരണം എല്ലാ എലമെൻസും ഉണ്ട്. നമുക്ക് ചിരിക്കാൻ പറ്റുന്നതാണ്, നമുക്ക് ഒരു എൻജോയ് ചെയ്തിരുന്ന് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ പ്രായത്തിലുള്ള കൂട്ടുകാർക്കും അതുപോലെ തന്നെ അമ്മൂമ്മമാർക്കും ആൻറ്റിമാർക്കും എല്ലാവർക്കും വന്നിരുന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു മൂവിയാണ്. എല്ലാവരും എന്തായാലും തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. കാരണം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഈ മൂവിക്ക് ഉണ്ട്. എല്ലാ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തൊരു മൂവിയാണ്. എല്ലാവർക്കും ഇഷ്ടമാകും. ഇപ്പോൾ റിപ്പോർട്ട് വന്നതനുസരിച്ച് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായെന്നാണ്. എന്നെയും ശ്രീപത്തിൻ്റെയും ഈ ഒരു കോംബോ വാളയപ്പുറത്തിന് ശേഷം പിന്നെയും ഈ സിനിമയിൽ വേറൊരു രീതിയിലാണ് വരുന്നത്. അപ്പം അതെല്ലാവർക്കും ഇഷ്ടമാകുന്ന എന്തായാലും പ്രതീക്ഷിക്കുന്നു. അപ്പം ഇനി ശ്രീപത്തിന് കൊടുക്കാം. സോ ഹായ്, ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ കുറേ നാൾ 1-2 മാസം തന്നെ കഷ്ടപ്പെട്ട് ചെയ്തൊരു മൂവിയാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തു, അത് നമുക്ക് മനസ്സിലായി. കാരണം നമ്മുടെ മൂവി വിജയിച്ച് മാത്രമല്ല, എല്ലാവരും ഇതുവരെ മൂവി കണ്ട ഓഡിയൻസൊക്കെ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ്. അപ്പോൾ എല്ലാവരും മീഡിയ ചേട്ടന്മാരായാലും അതുപോലെ ഓഡിയൻസ് ആയാലും എല്ലാവരും മാളികപ്പുറം സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. മാളികപ്പുറം ടീമിൻ്റെ തന്നെ എല്ലാവരും ഒരുമിച്ചുള്ള ഒരു സെക്കൻഡ് മൂവിയാണ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. ഞാനും അഭിലാഷും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന 6ാമത്തെ സിനിമയാണിത്. വിഷ്ണുവിൻ്റെ 100 കോടി 150 കോടി സിനിമയ്ക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ച് സുമതിവളവാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് റിസ്ക് എലമെൻറ്റും പ്രഷറും ടെൻഷൻസും ആകുലതകളൊക്കെ നേരിടേണ്ടി വന്നൊരു സിനിമ കൂടിയായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോഴും പാട്ടുകൾ ചെയ്യുമ്പോഴും എങ്ങനെ വേണം, ഏത് രീതിയിൽ വേണം, എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നുള്ളൊരു ഒരുപാട് ചിന്തകളിലൂടെ പോയി അച്ചീവ് ചെയ്ത സിനിമയാണ്. പക്ഷെ അത് കണ്ട എല്ലാവരുടെയും ഉച്ചക്കത്തൊട്ടുള്ള കോളുകളിൽ നിന്നും തിരുതുരാന്നുള്ള കോളുകളിൽ നിന്നും വളരെയധികം എക്സൈറ്റഡ് ആണ്, ഹാപ്പിയാണ്. നിങ്ങൾ എല്ലാവരോടും ആദ്യം താങ്ക്സ് പറയുന്നു. കാരണം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ സുമതി വളവ് മാത്രമാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് നിങ്ങളോടാണ് അതിന് നന്ദി പറയേണ്ടത്. അപ്പോൾ സിനിമ കണ്ട എനിക്കൊന്ന് വേർഡ് ഓഫ് മൗത്ത് തന്നെയാണ് ഉച്ചക്കത്തോട്ട് കാരണം ഈ റിവ്യൂസ് എന്നല്ല സുമതി വളവിൻ്റെ റെസ്പോൺസ് എനിക്ക് കിട്ടിയത്. എനിക്ക് വരുന്ന പേഴ്സണൽ കോൾസ് എന്നാണ്. ഞാൻ സുമതി വളവിൻ്റെ എങ്ങനെ ആൾക്കാരിലേക്ക് എത്തിയ റേഞ്ച് എത്ര മാത്രമാണെന്ന് എനിക്ക് മനസ്സിലായത് എനിക്ക് പേഴ്സണലി കിട്ടിയ കോൾസ് എന്നാണ്. അത് മാളികപ്പുറത്തിന് ശേഷം അല്ലെങ്കിൽ എൻ്റെ ജോസഫിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് കോൾസ് കിട്ടിയ സിനിമ സുമതി വളവാണ് ഉച്ചക്ക് തൊട്ട് നോക്കുകയാണെങ്കിൽ. ഇനി എല്ലാവരോടും വളരെയധികം നന്ദി. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാം. എല്ലാവർക്കും നമസ്കാരം.
ഞാൻ ഇവരുടെ കൂടെ രണ്ടാമത്തെ പടം ഇപ്പോൾ ചെയ്യുന്ന അനന്ത് ശ്രീബാല ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷം അഭിയേട്ടൻ പറഞ്ഞതാണിത്. എനിക്ക് കേട്ടപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടമായ ഒരു സ്റ്റോറിയാണ്. ആൻഡ് വിഷ്ണു ചേട്ടൻ വിഷ്ണു ചേട്ടൻ മാളികപ്പുറം കഴിഞ്ഞിട്ട് ചെയ്യുന്ന പടമാണ്. ഇത്രയും വലിയൊരു പടം എടുത്തിട്ട് നെക്സ്റ്റ് അതിലൊരു ലീഡ് ഹീറോയിനായിട്ട് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് ഭാഗ്യമായിട്ട് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് പടം കണ്ടതിൽ. ആൻഡ് ഇനി നിങ്ങൾ കണ്ട് ബാക്കി എല്ലാവരും കണ്ട് അതിൻ്റെ റിവ്യൂ പറയുമ്പം കൂടുതൽ ഹാപ്പി ആവും. സോ കീപ് സപ്പോർട്ടിങ് അസ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടിന്. കാരണം പടത്തിൻ്റെ റിലീസിന് മുന്നേ ഇപ്പോഴും ഇതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. എപ്പോഴും പറയുന്നൊരു കാര്യം തന്നെയാണ്, പടം കാണുക. കണ്ടിട്ടുള്ള ആൾക്കാർ പടം ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ബൈ മൗത്ത് നമ്മൾ പറയുമല്ലോ, അതാണ് മൗത്ത് പബ്ലിസിറ്റിയാണ് പടത്തിന് ഏറ്റവും അധികം വേണ്ടത്. അപ്പോൾ ഈ ഫാമിലിയായിട്ട് കാണാനായിട്ട് ഫ്രണ്ട്സിനോടും ഫാമിലിയുടെ അടുത്തും എല്ലാവരുടെ അടുത്തും പറയുക. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകുന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. താങ്ക് യു. Hello. First of all, thank you all for coming here and throughout ഇത്രയും സപ്പോർട്ട് തന്നതിന് താങ്ക് യു സോ മച്ച്. ഈ പറഞ്ഞ മാതിരി ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്നൊരു മൊമെൻ്റാണ്, ആഗ്രഹിച്ചൊരു മൊമെൻ്റാണ്. ഇപ്പോൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ ടീമിൻ്റെ ഒപ്പം പോകുമ്പോൾ ഒരുപാട് എക്സൈറ്റ്മെൻറ്റിൻ്റെ ഒപ്പം തന്നെ അത്യാവശ്യം ടെൻഷനും ഉണ്ടായിരുന്നു. ആൻഡ് സോ ഹാപ്പി ദാറ്റ് ഇറ്റ് ഹാപ്പൻ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾക്ക് പടം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക. ആൻഡ് പോകുമ്പം പറ്റുന്നതും ഫാമിലി ആയിട്ട് പോകാൻ നോക്കുക. താങ്ക് യു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. കാരണം നമ്മുടെ സിനിമേൻ്റെ ലോഞ്ചിൻ്റെ അന്ന് തൊട്ട് ഞാൻ എവിടെ എന്തെങ്കിലും പ്രോഗ്രാംസിനോ അല്ലെങ്കിൽ എവിടെ പോകുമ്പോഴാണെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാറ് സുമതി വളവിൻ്റെ വിശേഷങ്ങളാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പം തൊട്ട് ഈ ഒരു സപ്പോർട്ടുണ്ട്. ഈവൻ റിലീസിന് മുന്നേ ഉള്ള പ്രൊമോഷൻസിനാണെങ്കിലും ഇന്ന് ഫസ്റ്റ് ഡേ കാണാൻ പോയപ്പോഴാണെങ്കിലും ഒക്കെ ഈ ഒരു സപ്പോർട്ട് ത്രൂ ഔട്ട് ഉണ്ട്. താങ്ക് യു ഫോർ ദാറ്റ്. പിന്നെ എനിക്കിത് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്കെന്നെ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയത്. അതും അഭിലാഷ് ചേട്ടൻ, വിഷ്ണു ചേട്ടൻ, ഇത്ര വലിയൊരു ടീമിനൊപ്പം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഐ ഫീൽ സോ ഗ്രേറ്റ്ഫുൾ. പിന്നെ ഞാനും ഒരുപാട് ഈ സിനിമ എൻജോയ് ചെയ്തു. കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും കാണുന്നില്ല. ബട്ട് മൂവി ഇന്ന് പോയി തിയേറ്ററിൽ കണ്ടപ്പം സത്യം പറഞ്ഞാൽ എല്ലാം എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അവരവരുടെ പാർട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഫാമിലി ആയിട്ട് പോയി ചിരിച്ച് സന്തോഷിച്ച് കാണാൻ പറ്റുന്ന സിനിമയാണ്. ഒരിക്കലും ഹൊറർ ഇങ്ങനെ ഫുൾ ത്രൂ ഔട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്ന് കാണേണ്ട സിനിമയൊന്നുമല്ല. കുട്ടികൾക്കാണെങ്കിലും ഒരു സീൻ കണ്ട് കുറച്ച് ടെൻഷനായാൽ പോലും അടുത്ത സീനിൽ ചിരിക്കാനുള്ളതും ഒക്കെ ആയിട്ട് പിന്നെ റൊമാൻസും അങ്ങനെ എല്ലാ ഇമോഷൻസും വരുന്നൊരു എൻ്റർടൈനർ തന്നെയാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. താങ്ക് യു സോ മച്ച്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര ഹാപ്പിയാണ് ഇത്രയും വലിയൊരു ടീമിൻ്റെ ഭാഗമാകാൻ പറ്റിയത്. ഇതിൻ്റെ സെക്കൻഡ് മൂവിയാണ്. ഇതിൽ ഗോകുൽ ചേട്ടൻ്റെ പേരായിട്ട് ചെയ്യാൻ പറ്റിയതും ഒത്തിരി ഗ്രേറ്റ്ഫുള്ളാണ്. നല്ല പോസിറ്റീവ് റെസ്പോൺസാണ് ത്രൂ ഔട്ട് കിട്ടുന്നത്. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. അസ്സലാമു അലൈക്കും. സത്യം പറഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ അത് കാണുന്നത് നിങ്ങളുടെ എല്ലാവരും ഇരിക്കുന്ന ഫോൺ iPhone 16 Plus, iPhone 15, സാംസങ് ഗാലക്സി S23 Ultra, അങ്ങനെ പലതരം ഫോണുണ്ട്. 2020 iPhone 6s തുടങ്ങിയ കാലഘട്ടമാണ് എൻ്റെ. അതായത് അന്നത്തെ സമയത്ത് ടിക്ടോക്ക് എന്നൊരു പ്ലാറ്റ്ഫോമിലൂടെയാണ് ഞാൻ വന്നത്. അന്ന് വന്ന് കുറച്ച് വീഡിയോസൊക്കെ ചെയ്ത് ചക്കപ്പഴം എന്നൊരു ടെലി പരിപാടിയിലൂടെ ഞാൻ കുറച്ച് കയറി വന്നു. അതിനുശേഷം ചെയ്ത പടമാണ് തീപ്പൊരിപ്പന്നി. അതിൻ്റെ നായകൻ അർജുൻ അശോകനാണ്. അതിനുശേഷം വന്ന പടം തലവര എന്ന പടമാണ്. അതിനുശേഷം ആ പടത്തിലെ നായകൻ അർജുൻ അശോകനാണ്. അതിനുശേഷം വന്ന പടമാണ് സുമതി വളവ്. അതിലെ നായകൻ അർജുൻ അശോകനാണ്. ഒരിക്കലും മാറ്റി പിടിക്കാൻ താല്പര്യമൊന്നുമില്ല. എന്നാലും ഒരു 10-100 പടങ്ങളോട് ചെയ്യാൻ വരട്ടെ എല്ലാം. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ സാധാരണ ജീവിതത്തിൽ വന്നിട്ട് ഇത്രയും വലിയ മീഡിയ കാണുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. ഞാൻ
ഒരു ലഘു കുടുംബത്തിൽ നിന്നൊരു വ്യക്തിയാണ്. സുമതി വളർന്നൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം പരിചയപ്പെട്ടത് ബാലച്ചേട്ടനെയാണ്. ഞാൻ സിനിമയെ ഹണിബിയൊക്കെ കണ്ടിട്ട് ഭയങ്കര ഫാനായ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു, മിങ്കിളായി. ഇപ്പം ഞാൻ ഫോൺ വിളിച്ചാൽ എടുക്കുന്ന ഒരാളാണ് ബാലച്ചേട്ടൻ. അത് തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ്. സിദ്ധാർത്ഥേട്ടൻ, ബോബിച്ചേട്ടൻ, എല്ലാവരും എനിക്ക് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഈ സിനിമ കിട്ടിയത്. ഭയങ്കര ഇമോഷനാണ് ഞാൻ. പക്ഷേ വളരെ സാധാരണ രീതിയിൽ വന്നുകൊണ്ട് എനിക്ക് ഒന്നും പറയില്ല. എനിക്ക് കിട്ടിയ നന്ദിയുണ്ട്. അതല്ല, ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. എല്ലാവരെയും കാണാൻ പറ്റി, ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മളെ സിനിമ നമുക്ക് വലുതാണ്. അതുകൊണ്ട് എല്ലാവരും സിനിമ എല്ലായിടത്തും ഷെയർ ചെയ്യുക. കുറേ കഷ്ടപ്പെട്ട് ഇത്രയും ആർട്ടിസ്റ്റുകൾ ചെയ്ത പരിപാടിയാണ്. അഭിലാഷ് ചേട്ടൻ, വിഷ്ണു ചേട്ടൻ, അഭിലാഷ് ചേട്ടനെ പരിചയപ്പെട്ട അഭിലാഷ് പറഞ്ഞാൽ റാഫി ഇത് ചെറിയൊരു പരിപാടിയാണ്, ഓക്കെ ശരി ചേട്ടാ, ഓക്കെ ചെയ്യാം. വീണ്ടും ഇത് വളർത്തി പുള്ളിക്കാരൻ എനിക്കൊരു സ്റ്റേജ് ഉണ്ടാക്കി തന്നു. വിഷ്ണു ചേട്ടൻ എന്നെ അത്രയും സപ്പോർട്ട് ചെയ്തു. ശിവ, നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ വളർന്ന് വന്ന രീതിയിലാണ് ശിവയും വരുന്നത്. എനിക്കിത് കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത്രയും കഷ്ടപ്പെട്ട് വന്നൊരു വ്യക്തിയാണ് ശിവ. നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത്രയും കഷ്ടപ്പെട്ട് വന്നൊരു വ്യക്തിയാണ്. ഇവനെയും സപ്പോർട്ട് ചെയ്യണം, ഇവനും വളരണം, എല്ലാ ആൾക്കാരും വളരണം. സിനിമ നിങ്ങൾ വളർത്തണം. നിങ്ങളെല്ലാവരും കാണണം. എല്ലാവർക്കും എല്ലാം അടിപൊളിയാവട്ടെ അല്ലേ? സത്യം പറഞ്ഞാൽ ഒന്നും പറയില്ല. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങളുടെ സിനിമയ്ക്ക് ഇത്രയും നല്ല റെസ്പോൺസ് കിട്ടിയിട്ട് ഇവിടെ വന്ന് നിങ്ങളെല്ലാവരും കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ അർജുൻ്റെ കൂടെ ഇപ്പം ആനന്ദ് ശ്രീബാല കഴിഞ്ഞിട്ട് ചെയ്യുന്ന സിനിമയാണ് സുമതി വളവ്. അപ്പം അർജുൻ്റെ കൂടെ തന്നെ ഇത്രയും ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരു അതിയായ സന്തോഷമുണ്ട്. അർജുൻ്റെ ഒപ്പം ബാലുചേട്ടൻ, സിദ്ധാർത്ഥേട്ടൻ, ബോബിച്ചേട്ടൻ, അങ്ങനെ എനിക്കിഷ്ടമുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൻ്റെ അതിയായ സന്തോഷമുണ്ട്. പിന്നെ മാളികപ്പുറത്തിന് ശേഷം വിഷ്ണു ചേട്ടനും അഭിലാഷ് ചേട്ടൻ ഈ ഒരു കോംബോയിൻ്റെ അടുത്ത സിനിമയിലൊരു ഭാഗമാകാൻ പറ്റുക എന്ന് പറയുന്നതിലുള്ള സന്തോഷം. അപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണാം. ഇത്ര നല്ല റെസ്പോൺസ് വരുന്നതിൽ നമുക്ക് ഭയങ്കര സന്തോഷം. സിനിമ ഇത്ര സ്വീകരിക്കുന്നുണ്ട് എന്നറിയുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സിനിമ ഒരു 2 ഷോ കഴിയുമ്പം തന്നെ ഇഷ്ടംപോലെ കോളുകളും മെസ്സേജുകളും വന്ന് നിറയാണ്. എന്തായാലും നല്ല റെസ്പോൺസ് ആയിട്ടാണ് കേൾക്കുന്നത് സിനിമയെ കുറിച്ചിട്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ഷൂട്ടിംഗ് സമയത്ത് നല്ല എൻജോയ് ചെയ്തിട്ടാണ് ആ പടം ഷൂട്ട് ചെയ്തത്. അപ്പം ഉദാഹരണം പറഞ്ഞാൽ ഒരു ദിവസം നമുക്ക് ഷൂട്ടില്ലെങ്കിൽ പോലും ഒരു ലൊക്കേഷനിൽ പോവുക എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം ഉണ്ട്. റൂമിലിരിക്കാതെ ലൊക്കേഷനിൽ പോയി ഇരുന്നിട്ട് നമുക്ക് ഷൂട്ടില്ലെങ്കിൽ പോലും ലൊക്കേഷനിൽ പോയി ഇരുന്നിട്ടാണ് ഈ പടം മൊത്തത്തിൽ ഷൂട്ട് ചെയ്തത്. അത്ര എൻജോയ്മെൻ്റ് ആയിരുന്നു ലൊക്കേഷൻ. അപ്പം ഇന്ന് പടം കാണുന്ന സമയത്ത് ആ ഒരു എൻജോയ്മെൻറ്റ് പടത്തിലും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് നല്ല എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു പടം തന്നെയാണ്. ഇപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ട് പോയിട്ട് തന്നെ പടം കാണാൻ നല്ലതായിരിക്കും. പിന്നെ ഇവരൊക്കെ ഓർമ്മല്ല, ഇപ്പം അർജുൻ്റെ കൂടെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു 4ാമത്തെ പടം ഉണ്ട്. എന്താ അഭിലാഷിൻ്റെ ഇപ്പോൾ 2ാമത്തെ പടത്തിലാണ് വിഷ്ണു വന്ന് ഫസ്റ്റ് അഭിനയിക്കുന്നത്. അപ്പം അങ്ങനെ ഇവരൊക്കെ ആ ലൊക്കേഷനിൽ വന്നിട്ടാണ് പരിചയമില്ലത്. ഈ പഹേൻ്റെ പടത്തിൽ മുമ്പ് ഞാൻ അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചു പോയതാണ്. എനിക്ക് ചാൻസ് തരാത്ത ഒരാളാണ് ഈ പഹ. ഈ പടത്തിൽ നീയാണ് വന്നത്. അപ്പം ഒരുപാട് സന്തോഷം. താങ്ക് യു. ഇറങ്ങിയപ്പോഴും അഭിലാഷിന് ഒരു ടാർഗറ്റ്, എനിക്ക് ആനന്ദ് ശ്രീബാല അഭിലാഷിലേക്ക് തന്നെ ഒരു ടാർഗറ്റ് കാണുന്നു. ഇന്നും ഞാൻ കുറേ കമന്റുകൾ വായിക്കും. ഇപ്പം ഞാൻ ചെയ്ത വീഡിയോയിലാണെങ്കിലും എനിക്ക് പടം ഇഷ്ടപ്പെട്ടാണ് ഞാൻ പറയുന്നത്. അല്ലെ, എൻ്റെ ഇഷ്ടമാണ് എൻ്റെ പടം. എനിക്ക് ഇഷ്ടപ്പെട്ട പടം പോസ്റ്റാണ് പറയും. പക്ഷെ അഭിലാഷിന്റെ പേര് പറഞ്ഞ് തന്നെ കമന്റുകൾ വരുന്നത്. അങ്ങനെ ഒരു ടാർഗറ്റ് ചെയ്യുന്നത് എന്താണ് അഭിലാഷ്? ചേട്ടാ, എനിക്കറിയില്ല സത്യത്തിൽ എന്താന്നുള്ളത്. എനിക്കും എന്നെ ഒന്നിട്ട് അയച്ചു തന്നിരുന്നു. എനിക്ക് തോന്നുന്നത് മാളികപ്പുറം ഇറങ്ങിയ മാളികപ്പുറത്തിന് മുന്നേ എനിക്ക് അങ്ങനെ ഒരു അറ്റാക്കിൻ്റെ നേരെ അതിന് മുന്നത്തെ സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ മാളികപ്പുറത്തിന് ശേഷം ഞാൻ കണ്ടിട്ടുണ്ട്. അത് സിനിമയായിട്ട് ബന്ധപ്പെട്ടല്ല. ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ പോലെ എൻ്റെ താഴെ വന്നിട്ട്. പക്ഷേ ഇതൊന്നും മുഖമില്ലാത്ത ആളുകൾ കേട്ടാ. അങ്ങനെ ഇതിന് കൃത്യമായ ഒരു ജെന്യൂൻ അക്കൗണ്ടിൽ നിന്ന് ഞാൻ ഇന്ന് അങ്ങനെ ഉണ്ടല്ലോ. അപ്പം
തീർച്ചയായിട്ടും നല്ലത് എത്ര ആളുകൾ മോശമെന്ന് പറഞ്ഞാലും നല്ലതിനെ സ്വീകരിക്കുന്ന ഒരു ജനതയാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി എൻ്റെ സിനിമ നന്നാവുന്നുള്ളതാണ്. അപ്പം എന്നെ ആരും മോശം പറഞ്ഞാൽ എന്നെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ഞാൻ എന്താണെന്ന് എനിക്കും അറിയാം, എൻ്റെ ചുറ്റും നിൽക്കുന്നവർക്കും അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും പുറത്തു നിന്നൊരാളുടെ ഒരു സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് എനിക്ക് എൻ്റെ ചുറ്റും നിൽക്കുന്നവർ എന്നെ മോശം പറയുകയാണെങ്കിൽ ഞാനത് തീർക്കാൻ സമയം ഉറപ്പായിട്ട് എനിക്ക് അങ്ങനെ ഒരു മോശം കാര്യം പറയിപ്പിക്കാനുള്ളൊരു സിറ്റുവേഷൻ ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ എടുത്തിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അറ്റാക്കിനെ ഞാൻ ഈ സിനിമയിൽ ഞാൻ കണ്ടു. ഇതിന് മുന്നേ ഇതിൻ്റെ സോങ്സ് ഇറങ്ങുമ്പോഴും ട്രെയിലർ ഇറങ്ങുമ്പോഴും അത് എന്നെന്ന് മാത്രമല്ല മാളികപ്പുറം ടീമിനെ പേരെടുത്ത് പറഞ്ഞ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും വിഷ്ണുവും രഞ്ജനൊക്കെ ഞങ്ങൾ എത്ര തവണ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടി ഞങ്ങൾ എന്താണ് അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തത്? ഒരു സിനിമ ചെയ്തതോ ഒരു ഭക്തി ലെയറിലുള്ള ഒരു സിനിമ ചെയ്താണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? എനിക്ക് ഞാൻ പറഞ്ഞില്ല, തീർച്ചയായിട്ടും ആഫ്റ്റർ മാളികപ്പുറം തന്നെയാണ് എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് തുടങ്ങിയത്. പക്ഷേ ഇന്ന് ഞാൻ പറയുന്നു ഇതൊന്നും വലിയ വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം എൻ്റെ സിനിമകൾ ഞാൻ വളരെ എൻജോയ് ചെയ്ത് ചെയ്യുന്നതാണ്. ഞാൻ പറയുന്ന കഥ ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായകനും അത് ഇഷ്ടപ്പെട്ടുകൊണ്ടുള്ള ആർട്ടിസ്റ്റുകൾ വരുന്നതും ഇത്രയും പൈസ മുടക്കാൻ പ്രൊഡ്യൂസേഴ്സ് വരുന്നതും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിത് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ പറയുന്ന ഒരു വിഭാഗം, അതായത് 100-ൽ 3% കാണും. അതുവരെ മാറ്റിയെടുത്തിയാൽ 97% വരുന്ന കേരളത്തിലെ ഫാമിലി ഓഡിയൻസും ഞങ്ങളൊപ്പം നിൽക്കും. എനിക്ക് ഉറപ്പുണ്ട് സുമതിയോളം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ മാളികപ്പുറം കണ്ട് ഇഷ്ടപ്പെട്ട ഫാമിലി ഓഡിയൻസിന് വേണ്ടി തന്നെ ചെയ്ത സിനിമയാണ്. അതുകൊണ്ട് അത് കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുക്കുന്നതായിരുന്നു. ഹൈദർക്കയുടെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഒരുപാട് നന്ദിയുണ്ട്. കാരണം സിനിമ കണ്ട് എനിക്ക് വന്ന് 2 മണിക്കൂറിൽ ഹൈദർക്ക് ഒരു വീഡിയോ റിവ്യൂ കിട്ടും. ഒരുപാട് സന്തോഷമാണ് അങ്ങനെ വീഡിയോ ഇട്ടല്ലേ. ഞാൻ ജെനുവിനായിട്ട് സംസാരിച്ചോളൂ. ടാർഗറ്റ് ചെയ്ത് ഒരു സിനിമയെ അങ്ങനെ മോശമാക്കാനുള്ളത് ആരും ഇടില്ല എന്നൊരു വിശ്വാസം. അങ്ങനെ ഇട്ടാലും അത് കേരളത്തിലെ ജനങ്ങൾ റിജക്റ്റ് ചെയ്യത്തുള്ളെന്നാണ് എൻ്റെ തോന്നൽ. ഈ ഒരു കഥയുടെ പശ്ചാത്തലം മാളികപ്പുറത്തിൽ വ്യത്യാസമുള്ളതാണ്. അഭിലാഷ് പറയുന്നു മാളികപ്പുറത്തിന്റെ ഓഡിയൻസ് ആ കുടുംബമാണ്, മാളികപ്പുറം കുടുംബമാണ് ഈ സിനിമ ഏറ്റെടുക്കുന്നതെന്ന് പറയുമ്പോൾ ആ മാളികപ്പുറത്തിൽ തന്നെയാണ് അഭിലാഷ് നിൽക്കുന്നതെന്ന് പോലെ എനിക്ക് സ്വയം തോന്നുന്നു. ചേട്ടാ, മാളികപ്പുറം ഏറ്റെടുത്തെന്ന് വെച്ചാൽ മാളികപ്പുറത്തിൻ്റെ ഒരു ഓഡിയൻസ് നല്ലത് ഫാമിലി ഓഡിയൻസിനാണ് പറഞ്ഞത്. അതായത് ഫാമിലി ഓഡിയൻസ് വന്ന് കണ്ടുകൊണ്ടാണ് ആ പടം വിജയിച്ചത്. ആ പടം മാത്രമല്ല, ഇപ്പം ഹിറ്റാവുന്ന കുടുംബ ചിത്രങ്ങളെല്ലാം എപ്പോഴും അറിയില്ല. അത് ആദ്യത്തെ ഒരു 3 ദിവസം യങ്സ്റ്റേഴ്സിൻ്റെ ഒരു തിരക്ക് കഴിഞ്ഞാൽ തിങ്കളാഴ്ച മുതൽ ഫാമിലി തിയേറ്ററിൽ വന്നാൽ മാത്രമാണ് ആ സിനിമ വിജയിക്കുന്നത്. അപ്പം ഞാനാ പറഞ്ഞ ഓഡിയൻസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ആ സിനിമ വിജയിക്കാനും കാരണക്കാരായ കേരളത്തിലെ ആ കുടുംബങ്ങൾ വരുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇപ്പം എൻ്റെ എല്ലാ സിനിമകളും ഞാൻ കുടുംബ പ്രേക്ഷകരെ ഹൈലൈറ്റ് ചെയ്താണ്, അവരെ ഫോക്കസ് ചെയ്താണ് എഴുതാറുള്ളത്. അപ്പം ആ പ്രേക്ഷകരെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഈ സിനിമ ഇന്നിപ്പം വൈകുന്നേരത്തെ ഒട്ടുമിക്ക സെൻറ്ററുകളും ഹൗസ്ഫുൾ ഷോ ആണ്. എനിക്ക് 100% ഉറപ്പാണ് വൈകുന്നേരത്തെ ഷോസ് വരുന്നത് ഫാമിലി ആയിരിക്കും. കാരണം വെള്ളിയാഴ്ചയാണ്, നാളെ അവധിയാണ്. തീർച്ചയായിട്ടും അവരിനിയും വന്ന് പടം കണ്ട് അവർ പറയുന്ന പബ്ലിസിറ്റി അല്ലെങ്കിൽ മൗത്ത് പബ്ലിസിറ്റിയിലാണ് ഇനി ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. 100% പറയുന്നു, ഞങ്ങളെടുത്തൊരു എഫേർട്ടിൻ്റെ റിസൾട്ട് കേരളത്തിലെ ജനങ്ങൾ തരും എന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. കാരണം മോശമാണെങ്കിൽ മോശമാണെന്ന് ധൈര്യമായി പറഞ്ഞോളാം ഞങ്ങൾ പറഞ്ഞത്. കാരണം ഇന്ന് രാവിലെ മുതൽ കിട്ടുന്ന ഫീഡ്ബാക്സിലെ ജെനുവിൻ പബ്ലിക് റിവ്യൂസ് വളരെ നല്ല റിവ്യൂസാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ മുഖമില്ലാത്ത കുറേ ആളുകൾ, അതാരാണെന്നറിയില്ല, എവിടെ നിന്നാണെന്നറിയില്ല, അവരാണിത് ഈ പറയുന്ന പോലത്തെ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നതും ഡീഗ്രേഡിങ് വീഡിയോസ് ഇടുന്നതും. അത് ഈ സിനിമയ്ക്കെന്നല്ല, ഇപ്പം മലയാള സിനിമയിലെ ഒട്ടുമിക്ക സിനിമകളും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടെയാണ്. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഈ പടം അഭിലാഷേട്ട പടത്തിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് ക്യാരക്ടറാണ്, മോശമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം സ്ക്രിപ്റ്റ് ചെയ്യുമ്പം ഈ ക്യാരക്ടർ എനിക്ക് ചെയ്യണമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആരാണ് ആ ഒരു ഡിസിഷൻ അഭിനയിപ്പിക്കുക എന്നുള്ളൊരു പരിപാടി ചെയ്യിപ്പിച്ചത്? ഇല്ല, സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചത്. പിന്നെ വിഷ്ണു ഞാനും ഞങ്ങൾ ഒരു സ്വാതന്ത്ര്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ളത്. അപ്പം ഞങ്ങളൊരു സിനിമ എഴുതുമ്പം ഇപ്പം ഓരോ കഥാപാത്രം ഡിസ്കസ് ചെയ്യുമ്പോഴും ഞങ്ങൾ പറയും ഇന്നാൾ ചെയ്ത് നന്നായിരിക്കും. അപ്പം അതിൽ ഞാൻ ചെയ്ത ഗിരി എന്ന് പറഞ്ഞ കഥാപാത്രം വളരെ ചെറിയൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ വിഷ്ണുവായിട്ട് ഞാൻ ഡിസ്കസ് ഇവിടെ അത് കാര്യം ചെയ്തത് ഞാൻ ചെയ്യാം എന്ന് പറയുമ്പോൾ അവൻ ചേട്ടൻ ചേട്ടാ നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ വീണ്ടും സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തപ്പോൾ ആണ് അതിനെ ഒന്നും കൂടെ ഒന്ന് മുന്നോട്ട് കുറച്ചുകൂടെ വർക്ക് ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്തപ്പോൾ കുറച്ചും കൂടെ ഒരു ലെങ്തി ക്യാരക്ടറായി മാറി. പിന്നെ ഇവരോടൊപ്പം ചെയ്ത് തുടങ്ങിയപ്പം പല സീക്വൻസിലേക്കും ഞങ്ങൾ റീവർക്ക് ചെയ്ത് അങ്ങനെ പോയതാണ്. അപ്പോൾ അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ട് കേട്ടോ. അത് അങ്ങനെ അഭിനയിക്കാൻ അറിയാം എന്നുള്ള ഓവർ കോൺഫിഡൻസ് ഇപ്പോൾ ചെയ്തതൊന്നുമല്ല, കൂട്ടുകെട്ടിൽ ഒരു സൗഹൃദത്തിനിടയിൽ നിന്നുകൊണ്ട് മാത്രമാണ് അത് ചെയ്യാൻ പറ്റിയത്.
സിനിമ കണ്ടായിരുന്നോ? Sure. ആളുടെ അഭിനയം കണ്ട് അതാ മോശമില്ലാത്ത രീതിയിൽ മോശമില്ലാത്ത രീതി, പക്ഷെ okay. സൂപ്പർ ഭയങ്കര അടിപൊളി അങ്ങനല്ല എങ്കിലും മോശമില്ലാത്ത രീതിയിൽ ജെന്യുവിനായിട്ട് പറഞ്ഞു. അതെ, പക്ഷെ ആ ഒരു ക്യാരക്ടറിന് ഇദ്ദേഹം ഓക്കെ ആയിരുന്നില്ലേ? ഓക്കെയാണ്. താങ്ക് യു. നീ എന്താ ഉദ്ദേശിച്ചത്? അല്ല ഇപ്പൊ ഇല്ല വേണ്ട, വിട്ട് അടുത്ത ക്വസ്റ്റ്യൻ. മലയാളത്തിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ പേടിയുണ്ടായിരുന്നു. ഇതെങ്ങനെ ഓഡിയൻസിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾക്ക് പേടിയുണ്ടോ? പ്രത്യേകിച്ച് സ്മൃതി വളവൻ ഒരു പേര് കേൾക്കുന്നതിന് ഓൾറെഡി ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടല്ലോ. ഇല്ല, എല്ലാം ഒരു പരീക്ഷണമാണല്ലോ. നമ്മളിതൊക്കെ ചെയ്യുന്നത് സക്സസ് ആകും എന്നുള്ളൊരു വലിയ പ്രതീക്ഷയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ സുമതിയോളം ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഒരുപാട് ഇപ്പം യക്ഷിക്കഥകൾ കേട്ട് വളർന്നൊരു ചെറുപ്പമാണ് ഞങ്ങളുടേത്. ഉറപ്പായിട്ടും നിങ്ങളൊക്കെ അങ്ങനെ തന്നെ ആയി. നമ്മൾ ഒരുപാട് യക്ഷിക്കഥകൾ കേട്ടുണ്ടായി. അപ്പോൾ അത് വിഷ്വലൈസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ ഹിന്ദിയിൽ ഇപ്പോൾ സ്ത്രീ പോലത്തെ സിനിമകൾ, അതൊരു വില്ലേജ് ഹൊറർ കോമഡി സിനിമയാണ്. അതൊരുപാട് ഹിറ്റായേക്കുന്ന സിനിമയാണ്. മലയാളത്തിൽ മുന്നേ അങ്ങനത്തെ സിനിമകൾ ഇവിടെ ഓടിയിട്ടുണ്ട്, ഈ ഹൊറർ കോമഡി സിനിമകൾ. അപ്പോൾ ഒരുപാട് നാളായി ഒരു നാടൻ യക്ഷിക്കഥ ചെയ്തിട്ട്. അപ്പോൾ അത് ഒരെണ്ണം ചെയ്താലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞങ്ങൾ സുമതിയോളിലേക്ക് എത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു പരീക്ഷണമായിരുന്നു. പക്ഷെ അത് ഈ പറയുന്ന പോലെ ഒരു കൊമേഴ്ഷ്യൽ എൻ്റർടൈൻമെൻറ്റ് ആവണം, അല്ലെങ്കിൽ ഇത് ഒരു പക്ക പാക്കേജ് സിനിമയായിരിക്കണം. ഇതിൽ 4-5 പാട്ടുകൾ വേണം, 2 ഫൈറ്റ് വേണം, ഹ്യൂമർ വേണം, ഇമോഷൻ വേണം. അവിടെ ഇതിലെല്ലാം വേണമെന്ന് തീരുമാനിച്ച് തന്നെയാണ് എൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഈ പറയുന്ന പോലെ എല്ലാ സിനിമയും ഓരോ പരീക്ഷണമാണല്ലോ. ആ പുതിയൊരു ജോണർ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ചെയ്തത്. ഇങ്ങനെ സാധനം ഉണ്ട്. അത് ബ്രേക്ക് ചെയ്യാന്ന് പറയുന്നത് ഒരു ഡയറക്ടറെ സംബന്ധിച്ച് ചെറിയൊരു കാര്യമില്ല. ഇതുവരെ കണ്ടിട്ടുള്ള ഓറ ചിത്രങ്ങളെല്ലാം ബ്രേക്ക് ചെയ്യുന്ന ഒരു സാധനം ക്രിയേറ്റ് ചെയ്യാം. 1-2 പോയിന്റുകൾ അത് ഫീൽ ചെയ്തായിരുന്നു. ശരിക്കും റിസർച്ച് ചെയ്തായിരുന്നു? നമ്മൾ റിസർച്ചിനുപരി എൻ്റെ ഏറ്റവും വലിയ റിസർച്ച് പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഈ 90s സിനിമകൾ തന്നെയായിരുന്നു. ഞാനപ്പോൾ കാസ്റ്റിനോട് എപ്പോഴും പറയും, ഇവർക്ക് എപ്പോഴും ഇതെന്താ ചേട്ടാ ഇങ്ങനെ ഒരു പാറ്റേൺ പിടിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, നമ്മൾ ഈ സിനിമകൾ കിട്ടുമ്പോൾ നമുക്ക് കിട്ടിയൊരു ഡ്രൈവ്. അപ്പോൾ ഈ 90s ലേറ്റ് 80s ഉണ്ടായിരുന്ന സിനിമകൾ, അതിനെ നമുക്കൊന്ന് ആ സമയത്തുണ്ടായിരുന്ന പെർഫോമൻസ് അല്ലെങ്കിൽ ആ സമയത്തുണ്ടായിരുന്ന സിനിമയുടെ ഒരു എസ്തെറ്റിക്സിനെ ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് ശ്രമിച്ചു നോക്കാം. നമുക്ക് 1-2 സീൻസ് വേണ്ടി വന്നു എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അതൊന്ന് കൺവിൻസ് ആവാനായിട്ട്. അതായത് ശരിയാണ്, ഇതിനൊരു പ്രത്യേക കിക്കുണ്ട്. എല്ലാ തവണയും നമ്മൾ ഈ എന്താ പറയുക, ഇൻ്റർനാഷണൽ ക്വാളിറ്റിക്ക് പകരം നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു കുറേ നാടൻ പരിപാടികളുണ്ടല്ലോ. അപ്പോൾ അതാണ് ഞാൻ മെയിൻലി ഈ സിനിമയിലൂടെ ഫോക്കസ് ചെയ്ത്. അത് തന്നെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ റിസർച്ച്. ആ ഒരു നാടൻ ചേരുവകൾ വെച്ചിട്ട് ഒരു നാടൻ പരിപാടി. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ഫിലിം. പിന്നെ സുമതി വളവിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു നിമിഷം അതൊന്ന് റിമൈൻഡ് ചെയ്യാനായിട്ട് ഉണ്ട്. അഭിലാഷ് ഏട്ടാ, നമ്മുടെ സിനിമ ഇപ്പോൾ കേരള ജനതയിൽ മൊത്തം നമ്മുടെ പ്രീവിയസ് ഇൻ്റർവ്യൂസിൽ നമ്മൾ സോളിഡായിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു, ഇത് ബേസ്ഡ് ഓൺ നോട്ട് എ ട്രൂ ഇവൻറ്റ്സ്, ഇറ്റ്സ് ഇൻസ്പയർഡ് ഫ്രം ദ ട്രൂ ഇവൻറ്റ്സ്. സുമതി വളവിൽ ഉണ്ടായ ഇൻസിഡൻസിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ നമ്മൾ ടോട്ടലി ഡിസൈൻ ചെയ്തേക്കുന്നത്. ഒരിക്കലും സുമതി വളവ് എന്നുള്ള ഒറിജിനൽ സ്റ്റോറി അല്ല. അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തുള്ള തിരുവനന്തപുരത്തുള്ള സുമതിനെ ഞാനും വിഷ്ണുവും ചേർന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുവന്നു. അത് എന്തുകൊണ്ടാണ് പറഞ്ഞതാണ്, ശരിക്കും സുമതിയോളെന്ന് കേൾക്കുമ്പോൾ തിരുവനന്തപുരത്തുള്ള പാലോട് സുമതിയോളൻ്റെ കഥയാണെന്ന് കഥയിട്ടായിരിക്കും അത് പറയുന്നത്. ഞങ്ങളെല്ലാ ഇൻ്റർവ്യൂകളിലും ഞങ്ങളുടെ എല്ലാ പോസ്റ്റുകളും ഞങ്ങൾ പറയാറുണ്ട്, ഞങ്ങൾ ആ വളവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആ പേര് കേൾക്കാൻ നല്ല രസമല്ലേ, സുമതി വളവ്, അതുകൊണ്ടാണ് ആ പേരെടുത്തത്. ഒരിക്കലും ഇത് തിരുവനന്തപുരം മയിലുമൂടുള്ള അല്ലെങ്കിൽ പാലോടുള്ള സുമതി വളവുമായിട്ട് കുല ബന്ധം പോലും ഇല്ല കേട്ടോ. ആ വളവിന് ആ പേരും അവിടെ നമുക്ക് ഇപ്പോൾ പല സ്ഥലങ്ങളും നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. അത് ഈ സുമതി വളവ് കേട്ടതുകൊണ്ട്, ഈ പറയുന്ന പൂജാരി വളവിൽ കേട്ടതുകൊണ്ട്, അല്ലെങ്കിൽ വയനാട് ചുരത്തിൽ കേട്ടതുകൊണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ പലതിൽ നിന്നും ഇൻസ്പയർ ചെയ്തെടുത്തേക്കുന്ന ഇവൻറ്റ്സാണ് നിങ്ങൾ ഇന്ന് തിയേറ്ററിൽ കണ്ട പല സംഭവങ്ങളും. അപ്പോൾ അതുകൊണ്ട് ആ കമൻ്റ് ഇട്ട ആളുടെ അവരെ കുറ്റം പറഞ്ഞല്ല, പുള്ളിയുടെ ചിന്തയിലത് ശരിയായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോഴും ഞങ്ങൾ ഒന്നും കൂടെ ഞങ്ങൾ മീഡിയ സുഹൃത്തുക്കൾ വഴി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഈ സിനിമ ഒരിക്കലും തിരുവനന്തപുരത്തുള്ള സുമതി വളവിൻ്റെ കഥയല്ല. ഇത് ഞങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത ഞങ്ങളുടെ ഓൺ സ്റ്റോറി ആ സുമതി വളവ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ.
ഈ കാലഘട്ടം നമുക്ക് ഈ പടം നമ്മൾ ഈ സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ നമുക്കൊരു റീവർക്കിൽ മെയിനായിട്ട് വന്നൊരു ഏരിയ ഈ കാലഘട്ടം ഒന്ന് റീക്രിയേറ്റ് ചെയ്യാം. നമുക്ക് പ്രസൻസ് ഇത് പോവാതെ കുറച്ചുകൂടി നമുക്ക് ആ ഒരു നൊസ്റ്റാൾജിക് ഫീലും നമ്മൾ മലയാള സിനിമയുടെ ഒരു ഗോൾഡൻ ഇയർ ഇതിലേക്കൊന്ന് റിമൈൻഡ് ചെയ്യിക്കാനും കൂടിയും ഒന്ന് ഫോഴ്സ്ഫുള്ളി ഈ സ്ക്രിപ്റ്റിൽ നമുക്ക് ഇരിക്കാമെന്ന് അഭിലാഷ് ചേട്ടനാണ് പറഞ്ഞത്. അപ്പോൾ തുടരെ ഉണ്ടായിരുന്ന നമ്മുടെ ആക്ടേഴ്സും എൻ്റെ ടീമും എല്ലാവരും ഇരുന്ന് സംസാരിക്കുമ്പോൾ അത് കുറച്ചുകൂടിയും ഒരു മനോഹരം തോന്നി. ഏറ്റവും വലിയ ചലഞ്ച് നമുക്ക് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതായിരുന്നു. കാരണം പല സാധനങ്ങളും കാര്യങ്ങളും അന്നത്തെ കാര്യങ്ങൾ ഇപ്പോൾ അത്രയും അവൈലബിൾ അല്ല. ഇപ്പോൾ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ തന്നെ അറിയാം, പഴയ തിയേറ്റർ, പഴയ വണ്ടികൾ, പിന്നെ അവരുപയോഗിച്ച ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പല വസ്തുക്കളും നമുക്കത് കളക്ട് ചെയ്യുക, അതിനെ ആ സമയത്തുള്ള ഏറ്റവും പുതുമയിൽ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് തന്നെയായിരുന്നു. അജയ് മാങ്ങാട് നമ്മുടെ ആർട്ട് ഡയറക്ടർ അതിന് ഒരുപാട് എഫേർട്ട് എടുത്തു. മുരളിച്ചേട്ടൻ അതിന് നല്ലൊരു സപ്പോർട്ടും തന്നു. അതുകൊണ്ട് എന്താ പറയുക, ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ നല്ല രീതിയിൽ അത് വന്നു എന്ന് വിശ്വസിക്കുന്നു. അർജുനുള്ള കോംബോ അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളിപ്പം ഞങ്ങളുടെ ഈ സിനിമ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സൗഹൃദ കൂട്ടായ്മയിലുണ്ടായ സിനിമയാണ്. സിനിമ തുടങ്ങിയതിന് ശേഷം ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളുടെ ഒരു കുടുംബം പോലെയാണ്. രാവിലെ ലൊക്കേഷനിലേക്ക് വരുന്നത് അങ്ങനെയാണ്. ലൊക്കേഷൻ ഇപ്പം ബാക്കിയുള്ളവരുടെ ഷൂട്ട് കഴിഞ്ഞാൽ പോലും അവർ തിരിച്ചു പോവില്ല, ലൊക്കേഷൻ തന്നെ കാണും. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനാണെന്നുള്ള തോന്നൽ പോലും ആർക്കും ഇല്ല. നമ്മൾ ഭയങ്കര കംഫർട്ടായിട്ട് നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റി. അത് എനിക്കെന്നല്ല, ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും. അർജുനെ സംബന്ധിച്ച് അവൻ ഒപ്പം നിൽക്കുന്ന എല്ലാവരെയും പെട്ടെന്ന് അങ്ങ് എന്താ പറയുക, അങ്ങ് ഒരു സേഫ് സോണിലേക്ക് എത്തിക്കുന്ന ഒരു ആക്ടറും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷൂട്ടിന് മുന്നേ ഉള്ള ഡിസ്കഷനിലും അല്ലെങ്കിൽ തമാശ പറച്ചിലും ഒക്കെ കഴിഞ്ഞിട്ട് പോയി അഭിനയിക്കാൻ പോകുമ്പോൾ ഇത് പെട്ടെന്നൊരു പരിപാടി എല്ലാവർക്കും കൂടി ഒരുമിച്ചൊക്കെ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിൽ പല സീൻസും ഞങ്ങൾ ചിലപ്പം 2-3 ദിവസം എടുക്കുമെന്ന് കരുതുന്ന സീൻസൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും സൗഹൃദത്തിനുള്ളിൽ നിന്ന് ചെയ്തുകൊണ്ടാണ് സംഭവിച്ചിരുന്നത്. സിദ്ധാർത്ഥിന്റെ കഥാപാത്രങ്ങൾ പല കഥാപാത്രങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രയോഗത്തിലാണെങ്കിൽ നിങ്ങളുള്ള കോമ്പിനേഷൻസ് ഇതിൽ അതൊന്നും അല്ല. നമുക്ക് ഇത് വേറൊരു കഥാപാത്രത്തിന് മൂഡ് കിട്ടും. പല രീതിക്കുള്ള താങ്കളുടെ എക്സ്പ്രഷനിൽ തന്നെ പലതും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന രീതിക്കാണ്. ഒരു കഥാപാത്രത്തിനൊരു ചേഞ്ചിലേക്ക് വരുമ്പോൾ ഈ സുമതി വെളിവിലേക്ക് വന്ന് ഈ കഥ കേട്ടിരുമ്പോൾ താങ്കൾക്കാണ് ഈ കഥാപാത്രം വേറെ ആരെയും അതിനകത്ത് ഇവർക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാൻ പറ്റും. താങ്കൾ അത്രമാത്രം ഒരു സിറ്റുവേഷനിലേക്കായിരുന്നു ഈ കഥാപാത്രം ഉൾക്കൊണ്ടെടുത്തത്. അത് ഞാൻ ചെയ്തതിൻ്റെ മിക്ക ക്രെഡിറ്റും വിഷ്ണുവിനും അഭിലാഷിനും തന്നെയാണ്. ബിക്കോസ് അഭിലാഷ് എഴുതിയ ഡയലോഗുകളും എങ്ങനെ പറയേണ്ട രീതി എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതിൽ ഹ്യൂമർ വർക്കൗട്ട് ആകാൻ പറ്റി എന്നുള്ളതിൽ സന്തോഷം. ബിക്കോസ് ഇറ്റ് ഇസ് ക്രാഫ്റ്റഡ് ദാറ്റ് വേ ഓൾസോ. സോ അതിലൊരു ഫ്ലിപ്പുള്ള ക്യാരക്ടറാണ് ഫസ്റ്റ് ഹാഫിൽ കാണുന്നത്, അല്ല സെക്കൻഡ് ഹാഫിലുള്ള പുള്ളിയുടെ രീതി. അപ്പം അത് വിഷ്ണു ഭയങ്കര അഭിമാനത്തോടു കൂടിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ചേട്ടൻ ഇത് ഭയങ്കര പിടിക്കാൻ പറ്റും, ഭയങ്കര ഫ്ലിപ്പുള്ള ക്യാരക്ടർ. ഇതൊരു ക്യാരക്ടറായിട്ട് ഇത് ഫ്ലിപ്പ് ചെയ്യണ ഒരു ക്യാരക്ടർ ഇല്ല, അങ്ങനെയാണ്. അതിലാണ് അതിൻ്റെ സൈഡ്. അത് വന്നിട്ട് ഓൾ ക്രെഡിറ്റ്സ് ടു ഹിം. ഓഫ് കോഴ്സ് ഐ കുഡ് ഡു ഇറ്റ്. സോ താങ്ക് യു. അതിന്റെ ഞാൻ ചോദിച്ചാൽ സെക്കൻഡ് ഹാഫ് ഒരു ചേഞ്ച് വരുമല്ലോ, അത് വിഷ്ണു എന്ത് പറഞ്ഞാലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലായിരുന്നു. എങ്ങനെയാവുന്നുള്ളൊരു ഭയമുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ചെറിയ ഭയം ഉണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു ഏരിയയിലല്ലല്ലോ. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എനിക്ക് 100% ഡിസൈഡ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബട്ട് വിഷ്ണു ആണ്. സോ അത് സന്തോഷമുണ്ട്. എൻ്റെ ഇപ്പം നിങ്ങൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഐ എം റിയലി ഹാപ്പി ആൻഡ് താങ്ക് യു വിഷ്ണു അവിടെ എത്തിച്ചു. ഒരു സിനിമയിൽ ചെയ്യുമ്പോൾ ക്യാരക്ടർ ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പം ഇത് ഈ കഥ കേൾക്കുമ്പോൾ ഒരു ഹൊററാണ്, പല സമയം കോമഡിയാണ്. അപ്പൊ ആ കഥാപാത്രം അവസാനം വരെ എന്താ നമ്മൾ തിരഞ്ഞെടുക്കുന്ന നായകനെ പോലെ ആദ്യം ഒരു പെരുന്തരാണെങ്കിൽ അവസാനം ധൈര്യം അങ്ങനെ ഒരു കഥാപാത്രമല്ല. എങ്ങനെയാണോ അതിന്റെ അവസാനം വരെ അങ്ങനെ തന്നെയാണ് കീപ്പ് ചെയ്ത് പോകുന്നത്. അതാണ് ക്യാരക്ടറിലേക്ക് ഹുക്ക് ചെയ്യാൻ മേജർ റീസൺ ഒന്നാമത് സുമതി വളവ് എന്നുള്ള വളവിൻ്റെ പരിപാടികളും പിന്നെ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. പിന്നെ നമ്മൾ ഒരു ഇല്ലാത്തൊരു ഗ്രാമത്തിൽ ക്രിയേറ്റ് ചെയ്തതാണ് കല്ലേലി എന്ന് പറഞ്ഞിട്ട്. ആ ഗ്രാമത്തിലെ ആൾക്കാർ 7 മണിക്ക് അല്ലെങ്കിൽ 6 മണിക്ക് ശേഷം ഇരുട്ടിയാൽ പിന്നെ പുറത്തിറങ്ങൂല. എല്ലാവർക്കും ആ നാട്ടിൽ പേടിയാണ്. അത്രയും പേടിയുള്ള നാട്ടിൽ ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ ക്യാരക്ടർ അപ്പു.
അപ്പോൾ ഇങ്ങനെയൊക്കെ പരിപാടികൾ വന്നപ്പോഴും പിന്നെ ടൈപ്പ് ഓഫ് പേടിപ്പിക്കൽ, പുതിയ പരിപാടികൾ എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ യക്ഷീനെ പറയാൻ പറ്റുമോ? യക്ഷീനെ കാണിക്കുന്നില്ല, നമ്മൾ യക്ഷീനായിട്ട് കാണിക്കുന്നില്ലല്ലോ. അപ്പൊ അതൊക്കെ എനിക്ക് കേട്ടപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ തോന്നി. പിന്നെ കാര്യങ്ങളൊന്ന് പറഞ്ഞു, ഡിസ്കഷൻ്റെ ഇടയിലൊക്കെ കുറെ കാര്യങ്ങൾ പറയും തോറും നമുക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് കൂടി ഇരിക്കുകയായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഒരു പേടിത്തൂരൻ ക്യാരക്ടർ ജീവിതത്തിൽ കുറച്ച് പേടിയുണ്ടെങ്കിലും സിനിമയിൽ കുറച്ച് കൂടുതൽ അഭിനയിക്കേണ്ടി വന്നില്ല. അതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് ചെയ്തെന്നാണ് വിശ്വസിക്കുന്നത്. മറ്റ് കഥാപാത്രങ്ങളുടെ ഗംഭീരമാണ്. എങ്കിലും എനിക്ക് ശിവതയുടെ അടുത്തൊരു ചോദ്യം. ശിവത എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായി ചെയ്തു. ശിവതയുടെ ഒരു കഥാപാത്രം എന്ന് പറയുന്ന ഗംഭീരമായിട്ട് ചെയ്തു. എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടം ഒരു സീനിൽ, എനിക്ക് സീൻ പറയാൻ പറ്റില്ല, വണ്ടിയിലേക്ക് കയറ്റുന്ന സമയത്ത് അത് ക്യാമറാമാൻ്റെ ഒരു കഴിവും ആ ഒരു കാലിൻ്റെ ഒരു എക്സ്പ്രഷനും അത് ഒപ്പിയെടുത്തത് ഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്ത് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ശിവതയുടെ അടുത്ത്. ബാക്കി എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായിരുന്നു. അല്ലാതെ ഞാൻ അതൊരു എത്രമാത്രം റിസ്ക് ഉണ്ടായിരുന്നു ആ ഒരു വേഷം. എൻ്റെ അടുത്ത് അഭി ആദ്യമായിട്ട് കഥ പറയുമ്പോഴും ശരി, ഈ ഒരു ഇന്റർവെല്ലിന്റെ പോർഷൻ മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ഒരു സീക്വൻസ് ആണ് പറഞ്ഞത്. വിഷ്ണു പറഞ്ഞപ്പോഴും ശരി. അപ്പം അവരത്രയും ട്രസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നുള്ള ഒരു വിശ്വാസത്തിൽ എന്നെ ഏൽപ്പിച്ചത്. അത് കുഴപ്പമില്ലാണ്ട് ചെയ്തു എന്ന് വിചാരിക്കണു. അതിലപ്പുറം ശങ്കർ സാറ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എല്ലാവരും കേട്ടോ, എല്ലാവരും കൂടെ ചെയ്ത്. കാരണം എന്നെ എടുത്ത് പൊക്കിയൊക്കെ വാനിൻ്റെ ഉള്ളിലേക്ക് കയറ്റേണ്ടി വന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര, പ്രത്യേകിച്ചും കുറച്ച് സീക്വൻസ് ഉണ്ടല്ലോ അതിനകത്ത്, ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. ആ സമയത്തൊക്കെ എല്ലാവരുടെയും സപ്പോർട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ മേ ബി ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് കാരണമായിരിക്കാം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ സാധിച്ചത്. അത് ശിവദേവ സീൻ ഷൂട്ട് ഞങ്ങൾ മറയൂരാണ്. മറയൂർ ഷൂട്ട് ചെയ്യുമ്പം അത് ശരിക്കും അങ്ങോട്ട് ആളുകൾക്ക് അധികം പോകാൻ പറ്റാത്ത, വണ്ടികളൊന്നും പോകാത്തൊരു സ്ഥലം കണ്ടുപിടിച്ച് അവിടേക്കുള്ള വഴി വെട്ടിയിട്ടാണ് ഞങ്ങളവിടെ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ചെന്നൈയിൽ നിന്ന് ഫൈറ്റ് മാസ്റ്ററിൻ്റെ ഒപ്പം ശിവതയ്ക്ക് ഡ്യൂപ്പ് ചെയ്യാൻ വേണ്ടി വന്ന അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ലേഡി. പക്ഷെ ആ ലൊക്കേഷൻ കണ്ട് ആ സീക്വൻസിൻ്റെ കുറച്ച് അപകടം പിടിച്ചൊരു സീക്വൻസ് ആണ്. അപ്പോൾ അത് അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറിയപ്പം ആ ഷൂട്ടിങ് മുടങ്ങും എന്നൊരവസ്ഥയിൽ സാരമില്ലത് ഞാൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന ആളാണ് ശിവത. അപ്പോൾ തീർച്ചയായിട്ടും ശിവതയ്ക്ക് ഒരു വലിയ കയ്യടി ആ തിയേറ്ററിൽ കിട്ടി. ആ തിയേറ്ററിലും ഇന്ന് രാവിലെ ആയിട്ടുള്ള ഷോസിലത് കിട്ടുന്നുണ്ട്. അപ്പം അതിലൊക്കെ ചോദിച്ച ചോദ്യത്തിൽ ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ പടത്തിൽ എല്ലാ നായികമാരും ഗംഭീരമായി പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിലൊരു ഫിസിക്കൽ ചലഞ്ചും കൂടെ എടുത്തത് ശിവതയാണ്. സോ താങ്ക് യു ശിവത ഫോർ ദിസ്. തേടി പോകുന്ന ഒരു യാത്രയുണ്ട്. അത് സിനിമയിൽ കണ്ടവർക്കറിയാം. അവിടെയുള്ള നിങ്ങളുടെ കുറെ സംഭവങ്ങളുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഇപ്പം മ്യൂസിക് പോലെ തന്നെയാണ് അവിടെ ചേഞ്ച് ആവുന്നത്. ആ മ്യൂസിക്കിൽ ചെയ്യുന്നത് നിങ്ങളുടെ അഭിനയത്തിൽ ചേഞ്ച് ആവുന്നു. അത് എങ്ങനെയായിരുന്നു അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആ സമയത്ത്? എക്സ്പീരിയൻസ് ഏകദേശം അത് ബൈ ദി എൻഡ് ഓഫ് ദ മൂവിയുടെ ഷൂട്ടിന്റെ സമയത്തായിരുന്നു. അപ്പോഴേക്കും എല്ലാവരും നല്ല രീതിക്ക് സിങ്കായി. പിന്നെ ഒരു ഐഡിയ കിട്ടി നമുക്ക് എങ്ങനെയാണ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. സ്പെഷ്യൽ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. താങ്ക് യു. നമുക്ക് തുടക്കം വിഷ്ണുചേട്ടൻ പറഞ്ഞ പോലെ വിഷ്ണുചേട്ടൻ പറഞ്ഞ പോലെ ഈ ചില പരിപാടികൾ ഷൂട്ട് ചെയ്യണപ്പോൾ നമുക്ക് ഡൗട്ടായി. ഇത് അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ വിഷ്ണുചേട്ടൻ പറഞ്ഞടാ, ഞാൻ ഇങ്ങനെ കാണിക്കാനാണ് ഈ പടം എനിക്ക് താല്പര്യം, ഇങ്ങനത്തെ രീതിയിലാണ് ഈ പടം ഞാൻ കൺവേ ചെയ്തേക്കണം, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ നമ്മളും അങ്ങനെ കാണാൻ തുടങ്ങി പടം. പിന്നെ നമുക്ക് കുറച്ചുകൂടി ഈസിയായി കാര്യങ്ങളൊക്കെ ചെയ്യാനും ഡെലിവറി ചെയ്യാനുള്ള രീതിയിലൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്പോൾ ഈ ആ സീക്വൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പീക്ക് പോണ ഒരു മൊമെൻ്റാണ് എല്ലാവരുടെയും. കാരണം നമ്മളല്ലാതാകുന്ന ഒരു മൊമെൻ്റാണ്. എന്തൊക്കെയാണ് ചെയ്യുന്ന പടം കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആ ഒരു മൊമെന്റിൽ മാക്സിമം ഒരു ഔട്ട് കൊടുക്കുക, പിന്നെയുള്ള വിഷമം പുറത്തടിക്കുക. പിന്നെ നമുക്ക് വിഷമം ഉണ്ടാകുമ്പോൾ നമ്മൾ അടിച്ച് സെറ്റായി കഴിഞ്ഞാൽ ഓൾറെഡി പുറത്തു വരല്ലോ. അപ്പോൾ ഇതൊക്കെ ലൈഫിൽ ഉണ്ടായ പരിപാടി ആയതുകൊണ്ട് എല്ലാം കൂടി ചേർത്ത് വെച്ചൊരു ചെറിയ പുളിയൊക്കെ വിളിച്ച് അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ബാലുചേട്ടൻ്റെ സിദ്ധുചേട്ടൻ്റെ കൂടെയൊക്കെ അഭിനയിക്കണം, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ അഴിഞ്ഞാടിയാൽ മതിയല്ലോ. അല്ല, അഴിഞ്ഞാട്ടമൊന്നും വരുന്നില്ല. എന്നാലും ഈ സിനിമയിലെ ക്യാരക്ടേഴ്സ് അത്യാവശ്യം ആടുന്നുണ്ട് അതിന്റെ രീതിയിൽ. അവിടെയാണ് എനിക്ക് ഏറ്റവും നിങ്ങളുടെ കാസറ്റ് കടയിലുള്ള സിറ്റുവേഷൻ ആണെങ്കിലും അതിലൊക്കെ വേറിട്ട ഒരു മൂവ്മെന്റ് ആയിരുന്നു. അതാണ് ഞാൻ എടുത്തു ചോദിക്കാനുള്ള ഒരു സംഭവം. അവിടെ പല ഡയലോഗുകൾ വരുന്നുണ്ട് അല്ലേ?
പല ഡയലോഗുകൾ, പല എക്സ്പ്രഷൻ വരുന്നു. അതിൽ സിദ്ധുവിന്റെ കുറെ ഡയലോഗുകൾ വരുന്നു. അങ്ങനെ നിങ്ങൾ ആ ഗ്യാങ് ഉണ്ടല്ലോ, അപ്പഴാണെങ്കിൽ വലിയ ബ്രേക്ക് ഡാൻസ്. ശരിക്കും അത് ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. വിഷ്ണു നമ്മുടെ അടുത്തൊന്ന് പറയായിരുന്നു, നിങ്ങൾ മറ്റേ ഇത് അഴിച്ചു വിട്ടേക്കുന്ന പോലെയാണ്, നിങ്ങൾക്ക് എന്താ വെച്ചാൽ പറഞ്ഞാൽ മറ്റേ പ്രേതത്തിന് നിങ്ങൾക്ക് പേടിയില്ല, അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ശിവന്റെ ഒരു ഡാൻസ് വരെ ഉണ്ട് അവിടെ. അപ്പോൾ അത് അങ്ങനെ തന്നെ നമ്മളെ കൊണ്ട് ചെയ്യിച്ചായിരുന്നു. നമ്മൾ അതിനു മുമ്പ് പല ഈ സിനിമയിൽ പല എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും, പക്ഷെ അതെല്ലാം ഇപ്പൊ നമ്മൾ ചോദിച്ചു ഇതിന് മുമ്പല്ലേ വേറെ എക്സ്പീരിയൻസ് കിട്ടിയേക്കണം. അതൊന്നുമല്ല, ഈ സീനിൽ നിങ്ങൾ മറ്റേ എല്ലാം പൊട്ടിച്ച് ഒന്നും പേടിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് പോവാണ്. അപ്പൊ അത് നിങ്ങൾ അങ്ങനെ തന്നെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യിച്ചാണ്, അടിച്ചാണ്. ചെമ്പച്ചേട്ടൻ തന്ന ധൈര്യം കിട്ടും. വീണ്ടും വീണ്ടും താങ്കൾ സിനിമയിൽ വലിയ വലിയ റോളുകളിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സിനിമയിലേക്ക് എത്തിയപ്പോൾ താങ്കളെ ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരാളായിട്ടല്ല കാണാൻ പറ്റുന്നത്. എന്തായിരുന്നു ഇതിലൊക്കെ പ്രതീക്ഷിച്ചത്? വളരെ വേറെ രീതിക്കൊക്കെ പ്രതീക്ഷിച്ചു, പക്ഷെ രക്ഷയില്ലായിരുന്നു. പക്ഷെ പ്രേക്ഷകർ കണ്ടിട്ട് അവരാണ് ആ പ്രതീക്ഷ രീതിയൊക്കെ അപ്പുറത്തേക്ക് താങ്കൾ തന്നിട്ടുണ്ട് ഈ സിനിമ. താങ്ക് യു. തന്നിട്ടുണ്ടോന്നാണ് ചോദിച്ചത്? തന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ താങ്ക് യു, ഒരുപാട് സന്തോഷം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പണിക്ക് ശേഷം ചെയ്ത സിനിമയാണ്. ഞാൻ പണി കഴിഞ്ഞ് തിരിച്ച് UK പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് എനിക്ക് ഈ സ്ക്രിപ്റ്റ് കേൾക്കുന്നതും മുള്ളിച്ചേട്ടനും അഭിലാഷും വിഷ്ണുവോട് വന്നിത് പറയുന്നതും ഞാൻ കമ്മിറ്റ് ചെയ്യുന്നു. എന്നെ സംബന്ധിച്ച് ഇത് വേറൊരു ഗുരുകുലമായിരുന്നു. ഞാൻ ജോജി ജോർജിൻ്റെ കൂടെ പണി എന്ന പടത്തിൽ ത്രൂ ഔട്ട് വർക്ക് ചെയ്ത് അത് കണ്ട സിനിമ എടുക്കുന്ന രീതി പാറ്റേൺ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. എല്ലാ സിനിമകളും വ്യത്യാസമാണ്. ഞാൻ അതുപോലെ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്താണ്. ശങ്കർ സാറ്, വിഷ്ണു, അഭിലാഷ് കഥയിൽ തന്ന സ്വാതന്ത്ര്യം, പിന്നെ ഇതിൻ്റെ ലീഡ് ആക്ടേഴ്സ് അർജുൻ, ബാലു, സിദ്ധു, ഞങ്ങൾക്ക് എല്ലാവർക്കും കോമ്പിനേഷൻ സീൻസ് ഉണ്ട്. ഞങ്ങളെല്ലാം ഭയങ്കര എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത ഒരു പടമാണ് സുമതി. അതുപോലെ കഷ്ടപ്പാടും ഉണ്ടായിരുന്നു, നൈറ്റ് ഷൂട്ടുകളും കാടിനകത്തുള്ള ഷൂട്ടുകളും കാര്യങ്ങളെല്ലാം. അപ്പോൾ അതെല്ലാം സിനിമയിൽ വിഷ്വലി നല്ല നല്ല ഭംഗിയായിട്ട് തോന്നുന്നു. അതെല്ലാം ഇദ്ദേഹം ഒപ്പിയ നല്ല ഫ്രെയിംസുകൾ ഭയങ്കര രസമായിട്ട്. കാരണം നൈറ്റ് ഷൂട്ടുകൾ സിനിമയിൽ ഫുൾ ത്രൂ ഔട്ട് നൈറ്റാണ് മജോറിറ്റി ഈ സുമതി വളവിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തത്. അപ്പം അതിനെ സ്ക്രീനിൽ ഇത്രയും ഭംഗിയായിട്ട് അവതരിപ്പിച്ച ഫസ്റ്റ് ഓഫ് ഓൾ ശങ്കർ സാറിന് ഗ്രേറ്റ് താങ്ക്സ്. നന്നായിട്ട് അദ്ദേഹം അത് ചെയ്തു. അതുപോലെ ഇതിലുള്ള എല്ലാ ആക്ടേഴ്സിനോടും അതിഗംഭീരമായിട്ട് എല്ലാവരും പെർഫോം ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിവേ താങ്ക് യു സോ മച്ച്. പ്രതീക്ഷിക്കുന്നതിന് കുഴപ്പമില്ല, ഞാനും അത് തന്നെ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ജോജു വിളിക്കണം. അല്ല, അദ്ദേഹം അതിൻ്റെ പണിപ്പുരയിലാണ്. അദ്ദേഹം വേറെ സിനിമയുടെ ഷൂട്ടിങ്ങും തിരക്കുമൊക്കെ ആയിട്ട് പണി 2 അടുത്ത വർഷത്തേക്ക് എന്നാണ് ജോജു പറഞ്ഞിരിക്കുന്നത്. ഞാനതിലുണ്ടോന്നോ എൻ്റെ ക്യാരക്ടർ ഒന്നും ഇതുവരെ ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല. പക്ഷേ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട് കഥയുടെ ത്രെഡും കാര്യങ്ങളൊക്കെ. ഭയങ്കര രസകരമായൊരു സബ്ജക്റ്റ് തരായിരിക്കും അത്. അങ്ങനെയല്ല, എൻ്റെ അടുത്ത് ആരൊക്കെ ചോദിച്ചു 10-ാം വളവിൻ്റെ സെക്കൻഡ് പാർട്ടാണോ സുമതിയുള്ളതെന്നൊക്കെ. അങ്ങനെയല്ല, ആ പേര് ക്യാച്ച് ആയിരുന്നു. അപ്പം ഞങ്ങൾ 2019 അർജുനോട് കഥ പറയുമ്പോഴും ഇതേ പേര് തന്നെയാണ്. അപ്പോൾ ചില പേരുകൾ അങ്ങനെയാണ്. ഇപ്പം മാളികപ്പുറം എന്നുള്ളൊരു പേര് ഞങ്ങളുടെ അടുത്ത് പലരും ആ പേര് മാറ്റണമെന്ന് പറഞ്ഞാണ്. സിനിമ റിലീസിന് അനൗൺസ് ചെയ്തതിന് ശേഷം പല ആളുകളും വിളിച്ചിട്ട് ആ പേരിടരുത്, ആ പേര് വലിയ പ്രശ്നമാണ്, മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ ഞാനും വിഷ്ണു ഞങ്ങളുടെ സ്ട്രോങ് ഡിസിഷൻ എന്ന് വെച്ചാൽ ആ കഥയ്ക്ക് ആ പേരില്ലാതെ മറ്റൊരു പേര് ചേരില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ പേര് ഞങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്തത്. അപ്പം ഈ കഥയ്ക്ക് അതുപോലെ തന്നെയാണ്. സുമതിയോളം എന്നുള്ള പേരല്ലാതെ മറ്റൊരു പേര് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ചത്. ഇവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ട്, എന്തിനാ എന്നെ തന്നെ ഈ ടാർഗറ്റ് ചെയ്ത് ചോദിക്കുന്നത്? എന്നിട്ട് പറയും എൻ്റെ അടുത്ത് എൻ്റെ പേര് വരുന്നത്. കുഴപ്പമില്ല, പറ, ചോദിക്കും. അല്ല, ഞാൻ പറഞ്ഞല്ല, ഞാൻ എന്നെ സംബന്ധിച്ച് സിനിമ എന്ന് പറയുന്നത് ഒരു ചെറുപ്പം മുതൽ സ്വപ്നം കണ്ട് പിന്നീട് ഒരു പ്രായം കഴിഞ്ഞപ്പോൾ പഠിത്തത്തിലേക്ക് മീൻസ് മറ്റൊരു മേഖലയിലേക്ക് ജോലിയിലേക്ക് പോകുമ്പോഴും ഉള്ളിൽ കൊണ്ടുനടന്ന വലിയൊരു പാഷനായിരുന്നു സിനിമ. ഞാൻ 2013 സിനിമയ്ക്ക് വേണ്ടി എൻ്റെ ജോലി വിടുമ്പോഴും എൻ്റെ മുന്നിൽ ബ്ലാങ്ക് ആണ്. പക്ഷെ ഒരേ ഒരു ലക്ഷ്യം, ഒരു ദിവസം
ഞാൻ ഈ സിനിമയിൽ എത്തുമെന്നുള്ള അതേ ഒരു പാഷൻ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് 2013 തുടങ്ങിയ എൻ്റെ യാത്ര 2022 എൻ്റെ ആദ്യ സിനിമയായി ഇറങ്ങുന്നത്. അപ്പോൾ ആ 10 വർഷം ഞാൻ കണ്ട സ്വപ്നം അല്ലെങ്കിൽ ഞാൻ എടുത്ത എഫേർട്ട് തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ബ്രാൻഡിങ് എനിക്ക് ഉണ്ടാക്കണമെന്ന് കരുതി തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഈ പലപ്പോഴും വിമർശനങ്ങൾ കേൾക്കുമ്പം പറയാറുണ്ട്, ഇയാൾ ഭയങ്കര ഷോ ആണല്ലോ, അവിടെ ചെന്ന് ഇയാളത് PR ആണോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ നാളെ ഒരു സമയത്ത് ഇല്ലാതായി കഴിയുമ്പം ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഇവിടെ ബാക്കി വെച്ചിട്ട് പോകണം. അതിനുവേണ്ടി എല്ലാവരും ജീവിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കുന്നവർ വിമർശിച്ചോട്ടെ. ഈ പറയുന്ന എന്നെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു വിഭാഗം സിനിമാക്കാർ, അല്ലെങ്കിൽ എനിക്ക് ഡേറ്റ് തരുന്ന ആർട്ടിസ്റ്റുകൾ, അല്ലെങ്കിൽ എനിക്ക് ഡേറ്റ് തരുന്ന എൻ്റെ കഥ എടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, ഇത് കാണാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾ, ഇത്രയും പേരോടുള്ളപ്പം തീർച്ചയായിട്ടും ആ ബ്രാൻഡ് എനിക്കൊരു വലിയ ഒരു എന്താ പറയുക, അതിൻ്റെ ബലം തന്നെയാണ്. തീർച്ചയായിട്ടും അത് കാണാൻ ആഗ്രഹിക്കുന്നവരിവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അത് അവർക്ക് വേണ്ടി കുറച്ച് സിനിമകൾ ഞാൻ ചെയ്യും. നമ്മുടെ കഥയിലെ, നമ്മുടെ സിനിമയിലെ വില്ലൻ ഇവിടെ എത്തിയിട്ടുണ്ട്. വൺ ഓഫ് ദ വില്ലൻ മിസ്റ്റർ ശ്രാവൺ. അതെ, നമ്മുടെ നടൻ മുകേഷ് ഏട്ടൻ്റെ മകനാണ്. സരിത ചേച്ചിയുടെയും മകനാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഭദ്രനാണ് ഈ പടത്തിൽ മെയിൻ വില്ലനാണ്. സോ താങ്ക് അഭിലാഷ് ഏട്ടൻ, വിഷ്ണു ആൻഡ് ദ ക്രൂ. ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും പടം കണ്ടോ? കണ്ടല്ലേ? ആ ഭദ്രൻ ഞാനാണ്. അപ്പം എല്ലാവരുടെയും ഫീഡ്ബാക്ക് വേണം. ഓൺലൈൻ ഇന്റർവ്യൂ അല്ല, മീഡിയ. ഓക്കെ, താങ്ക് യു.